ഹായ്, ഇതൊരു വിശേഷം പങ്കുവെക്കാൻ വന്നു കേട്ടാ. യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് ആദ്യമായിട്ട് ഒരാളെടുക്കുന്ന ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇത് തന്ന ആൾ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് പറയരുതെന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിഷ്ടമല്ല, അതുകൊണ്ട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ പേര് വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ഒരാളല്ല കേട്ടോ, കേരളത്തിൽ തന്നെയുള്ള വേറൊരു എൻ്റെ ലൈവൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. ഇതെന്താണ് പറയുക, ഇയർബഡ്സ് അല്ലേ, ഇയർബഡ്സ്. ഈ രണ്ട് സാധനമാണ് വന്നിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. വേണ്ട, എന്തായാലും ഞാൻ ലൈവ് ഇടുന്ന യൂട്യൂബിൽ ലൈവ് ഇടുന്ന സമയത്ത് എനിക്ക് കുറേ ആൾക്കാർ എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. എന്നാണ് എക്സൈറ്റ്മെന്റ് അല്ലേ. മൈക്കാന്ന് കേട്ടോ. ഇത് ക്ലിയറുണ്ടോ? പൊട്ടിക്കല്ലേ, അപ്പുറത്ത് നോക്കിയ. അപ്പൊ ഞാനിത് ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാ, ഇനി ഗിഫ്റ്റ് വിളിക്കുന്നുണ്ട്. ഇനി പച്ചക്കറി നടേണ്ട തിരക്കില്ല. അയ്യോ, ഇല്ല, എന്നാ സംഭവം ഒന്നും എനിക്കറിയില്ലേ. ചെറിയൊരു സ്റ്റുഡിയോ തന്നെ ഉണ്ട് കേട്ടോ. ഇത് എല്ലാം 4 പാടെ എടുക്കരുത് എനിക്ക്. പിന്നെ അത് എങ്ങനെ ചെയ്യണം, ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇതെല്ലാം ഇനി എങ്ങനെ സെറ്റ് ആക്കണ്ടോ. ചെയ്യണം. അപ്പൊ എന്നാമേ പറയണ്ടേ ഇതിന്. ഞാനൊരു ലൈവ് ഇടുന്ന സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കുറെ ആൾക്കാരല്ല, 1-2 ആൾക്കാർ മൈക്ക് അയച്ചു തരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയർഫോൺ ഉണ്ടല്ലോ ഇതില്. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ, ആരായാലും ഒരുപാട് സന്തോഷം. എന്നാ പറയട്ടെ, പറയാൻ കിട്ടുന്നില്ല എനിക്ക്. എന്നാ പറയണ്ടേ. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് ഞാൻ ഒരു ദിവസം ലൈവിൽ വരും കേട്ടോ, പാട്ട് പാടാൻ വേണ്ടി. ഇതൊക്കെ ഇത് നോക്കിയിട്ട് പഠിക്കണം, ഇത് എങ്ങനെ സെറ്റാക്കി വെക്കണ്ടേ. അതല്ലേ ഒരുപാട് താങ്ക്സ് കേട്ടോ. ഈ ഇയർബഡ്സ് എൻ്റെ അടുത്തില്ല, ഇതെല്ലാം ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതൊന്നും പൊളിക്കണ്ട പാറൂസേ. ചാർജറാണ് ഇത്. ഞാനൊരു പ്രാവശ്യം ശ്രേയൻ്റെ അടുക്കുന്ന വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരാവശ്യത്തിന്. ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നൊരു അനുഭവമാണിത്. എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ ആ ഫാമിലിയിലുള്ളൊരു മെമ്പർ എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു സാധനം. ഹലോ, ഞാൻ പറയുന്ന സൗണ്ട് ആ ഹെഡ്സെറ്റ് വെച്ചോണ്ട് അതിൻ്റെ അത്രയും ക്ലാരിറ്റിയിൽ ഞാൻ തന്നെ തിരിച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. അപ്പോൾ 2-3 ദിവസമായി ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാടുപെടുന്നത്, ശരിക്കും അറിയില്ല. അപ്പോൾ ഇതെൻ്റെ ഫോണിൽ എന്താണെന്ന് അറിയില്ല, കണക്റ്റ് ആവുന്നില്ല. ഇതിപ്പോൾ അച്ഛൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുന്നത് വെച്ചാൽ, ഇത് തന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടണ്ടേ ഫസ്റ്റ് ടൈം. അപ്പോൾ ആദ്യത്തെ പാട്ട് മൂപ്പർക്കന്നെ ഇരിക്കട്ടെ. Come on.
അപ്പൊ ഞാൻ നേരത്തെ പാട്ട് പാടിയിട്ടല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇതിൽ കുറച്ച് വോയിസ് ചേഞ്ചർ ഉണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരേ. അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുള്ള, നേരത്തെ അത് എടുക്കാൻ വിട്ടുപോയി. അപ്പൊ ഫീമെയിൽ വോയിസ്, ഫീമെയിൽ വോയിസ്. ഇത് ഞാൻ പറയണ്ടല്ലോ ആരുടെ വോയിസ് ആണെന്ന്. മെയിൽ വോയിസ്. ലവ്ലി വോയിസ്. സൂപ്പർ അല്ലേ? മാസ്റ്റർ വോയിസ്. മാസ്റ്ററിന് വോയിസ് വന്നിട്ട് ഇത് കുറച്ച് ഗാംഭീര്യമുള്ള സൗണ്ടാണ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ കഴിഞ്ഞു. ഇനി ഫീമെയിൽ വോയിസ് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച്, പക്ഷെ അത് ഇതിൽ ആഡ് ചെയ്താൽ പണി കിട്ടുമോന്നൊരു സംശയം. വേണ്ട, തൽക്കാലം ഇത് ശ്രീകുട്ടൻ അതും കൂടെ വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്, പക്ഷെ നടക്കൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.